വീഡിയോ സ്റ്റാർട്ട്സ് ഇൻ -2, -1, 0, 1, √2, √3. മോനെ ഇതൊക്കെ ഏതാ? ഇന്നത്തെ വീഡിയോയിൽ നമ്മള് ഇതുപോലത്തെ പുതിയ സംഖ്യകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് ന്യൂ നമ്പേഴ്സ്. അപ്പോൾ √2, √3 പോലത്തെ പുതിയ സംഖ്യകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകാൻ പോകും. ഈ ചാപ്റ്റർ നന്നായി മനസ്സിലാവണമെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താ മക്കളെ? നാച്ചുറൽ നമ്പർ നിങ്ങൾക്കറിയാം, ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞ് പോകുന്ന നമ്പർ. ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യ എന്ന് പറയുമ്പോൾ ആരും കൂടി ഉൾപ്പെടും? 0. പൂജ്യവും പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും ഉൾപ്പെടുന്ന ആ ഗ്രൂപ്പിനെ നമ്മൾ പൂർണ്ണ സംഖ്യകൾ എന്ന് വിളിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളതാണ് റാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഭിന്നക സംഖ്യ. ഏതാണ് ഭിന്നസംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം P/Q ഫോമിലുള്ളതാണ്. എന്ന് വെച്ചാൽ മുകളിലും താഴെയും സംഖ്യകൾ വരുന്നതാണ് ഭിന്നസംഖ്യ അല്ലെങ്കിൽ റാഷണൽ നമ്പർ അല്ലെങ്കിൽ ഫ്രാക്ഷൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. അതിൽ Q എന്ന് പറയുന്ന ഒരിക്കലും എന്താകില്ല? 0 ആകില്ല. പിയും ക്യൂ എന്ന് പറയുന്നത് ഏത് നമ്പേഴ്സ് ആകാം? പൂർണ്ണ സംഖ്യകളായിരിക്കും. ഭിന്നസംഖ്യക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ഭിന്നസംഖ്യയുടെ ഉദാഹരണങ്ങൾ എന്ന് പറയുമ്പോൾ 3/4 അങ്ങനെ വരാം, അല്ലെങ്കിൽ -1/2 നമുക്ക് എഴുതാം, കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ 2/3 ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതുപോലിരിക്കുന്ന സംഖ്യകളാണ് എന്ത് നമ്പർ? റാഷണൽ നമ്പർ. ഇനി ഈ പാഠത്തിൽ നിങ്ങളുടെ പാഠത്തിന്റെ പേരെന്ന് പറയുന്നത് ന്യൂ നമ്പേഴ്സ് എന്നാണ്. പക്ഷെ ആ നമ്പേഴ്സിനെ നമ്മൾ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് ഇറാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ അഭിന്നക സംഖ്യ എന്ന് പറയാം. അതിന് ഉദാഹരണങ്ങളാണ് √2, √3, √5, √7, √11 ഇങ്ങനെ പോകുന്ന കുറേ സംഖ്യകളുണ്ട്. അവരെയാണ് ഇറാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂ നമ്പേഴ്സ് എന്നും പറഞ്ഞ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സംഖ്യകൾ എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ഈ √2ന്റെ വാല്യൂ എത്രയാണ് ഡെസിമൽ ദശാംശത്തിൽ എന്നൊക്കെ കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇത് രണ്ടും എന്താണ്? സ്ക്വയർ ആണ് അല്ലെങ്കിൽ സമചതുരമാണ്. എന്ന് വെച്ചാൽ എല്ലാ വശവും തുല്യമായിട്ടുള്ളതാണ് സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ. അതിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ് മക്കളെ? സൈഡ് ഇൻറ്റു സൈഡ് ചെയ്യണം. എന്ന് പറയുമ്പോൾ ഈ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ സൈഡ് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് 1 × 1 എന്ന് വരും. എന്ന് പറയുമ്പോൾ ആദ്യത്തെ ചിത്രത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. സെറ്റാണ്. രണ്ടാമത്തെ ചിത്രത്തിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ 2 × 2 ചെയ്യും. എന്ന് പറയുമ്പോൾ ഉത്തരം 4 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇതിൽ നിന്ന് നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു മക്കളെ. ഒരു സ്ക്വയറിൻ്റെ ഏരിയ 2 സെൻറ്റിമീറ്റർ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? എന്തോ ചോദ്യം എന്ന് മനസ്സിലായോ? എങ്ങനെ കണ്ടെത്തും? ഒരു സ്ക്വയറിൻ്റെ ഏരിയ എത്ര വരണം മക്കളെ? 2 സെൻറ്റിമീറ്റർ സ്ക്വയർ. നോക്ക്, ഇവിടെ 1 സെൻറ്റിമീറ്റർ എടുത്തപ്പോൾ ഏരിയ എത്രയായി? 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയി. ഈ സ്ക്വയറിൻ്റെ ഏരിയ 2 എടുത്തപ്പോൾ എത്രയായി? 4 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയി. എന്ന് പറയുമ്പോൾ 2 സെൻറ്റിമീറ്റർ സ്ക്വയറും 3 സെൻറ്റിമീറ്റർ സ്ക്വയറും ഏരിയ ഉള്ള സ്ക്വയർ എങ്ങനെ വരയ്ക്കും എന്നൊരു ചോദ്യമാണ് ഇവിടെ ഞാൻ ഉന്നയിക്കുന്നത്. ആ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ നിന്നാണ് നമ്മൾ √2, √3, √5 എന്നൊക്കെ പറഞ്ഞ സംഖ്യകളായ ന്യൂ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട് അല്ലെങ്കിൽ തിയറമുണ്ട്. നിങ്ങൾക്കറിയാം പൈതഗോറസ് തിയറം. നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചൊരു സംഭവമാണിത് കേട്ടല്ലോ, ഓർത്തിരുന്നാൽ മതി. എന്താണ് ഈ തന്നിരിക്കുന്ന ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു 90 ഡിഗ്രി ത്രികോണമാണ് തന്നിരിക്കുന്നത്. എന്തൊരു ത്രികോണമാണിത്? 90 ഡിഗ്രി. അങ്ങനെയുള്ള ത്രികോണങ്ങളെ നമ്മളൊരു പേരിട്ട് വിളിക്കുമല്ലോ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ട ത്രികോണം. അപ്പോൾ ഈ 90 ഡിഗ്രിക്ക് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ ത്രികോണത്തിൽ ഏറ്റവും നീളം കൂടിയ സൈഡാണ് ഏത്? ഹൈപ്പോട്ടിന്യൂസ്. ആ ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും? ഈ സൈഡിന്റെ സ്ക്വയറും കൂടെ എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചേക്കുന്ന കൂട്ടും. ഈ തിയറമാണ് പൈതഗോറസ് തിയറം. ഓക്കെയാണ്. അപ്പോൾ ഈ നീളം കൂടിയ സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ സൈഡിൻ്റെ സ്ക്വയറും ഈ സൈഡിൻ്റെ നീളത്തിൻ്റെ സ്ക്വയറും കൂടെ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. അതനുസരിച്ച് നിങ്ങൾ പറ, അതനുസരിച്ച് ഈ നീളം കൂടിയ സൈഡ് എത്രയാണ്? നമുക്ക് ആ ത്രികോണത്തിന് പേരൊന്ന് കൊടുക്കാം. ABC എന്ന് പേര് കൊടുത്താൽ നിങ്ങൾ പറ, ഈ പൈതഗോറസ് തിയറം അനുസരിച്ച് പറ, AC സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 1ന്റെ സ്ക്വയറും 1ന്റെ സ്ക്വയറും കൂടെ കൂട്ടുന്നതാണ്. എന്ന് പറയുമ്പോൾ AC സ്ക്വയർ എന്ന് പറയുന്നത് എത്ര? 1ന്റെ സ്ക്വയർ എത്ര തന്നെയാണ്? 1 + 1 അല്ലേ? എന്ന് പറയുമ്പോൾ AC സ്ക്വയർ എത്രയാണ്? നിങ്ങൾ പറ 2 അല്ലേ? എന്ന് പറയുമ്പോൾ AC എത്രയാണ്? അതാണ് എൻ്റെ ചോദ്യം.
എ സിയുടെ സ്ക്വയർ എന്ന് പറയുന്ന 2 ആണെങ്കിൽ സ്ക്വയർ അപ്പുറത്ത് പോയാൽ എത്രയാണെന്ന് കഴിഞ്ഞ വർഷം മുതലേ നമുക്കറിയാം, √2 സെന്റിമീറ്റർ. അപ്പോൾ എ സിയുടെ നീളം കണ്ടോ ഇതുപോലെ കിട്ടി. അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്കാണ് നമ്മുടെ പോക്ക്. ഇറാഷണൽ നമ്പർ അല്ലെങ്കിൽ അഭിന്നക സംഖ്യയായിട്ടുള്ള സംഖ്യയായ √2 കണ്ടോ ഇവിടെ നിർമ്മിച്ചു ഞാൻ. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോ, √2 ആണ് ഇവിടെ ഉണ്ടായത്. ഏത് തിയറം ഉപയോഗിച്ച് എനിക്ക് പറയാൻ പറ്റും? പൈതഗോറസ് തിയറം അനുസരിച്ച് ഞാൻ ദാ ഇവിടെ √2 എന്ന് പറയുന്ന ആ സൈഡ് നിർമ്മിച്ചു. എങ്ങനെയാണ് ആ സൈഡ് ഉണ്ടായത് നിങ്ങൾക്കറിയാം. എന്ത് ത്രികോണത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത്? 90 ഡിഗ്രി ത്രികോണത്തിലെ നീളം കൂടിയ വശം എന്തായി മാറും? √2. എപ്പോൾ എന്ന് ചോദിച്ചാൽ ഇവിടെയും ഇവിടെ എന്തെടുക്കുമ്പോൾ 1 സെന്റിമീറ്റർ. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് 1 സെന്റിമീറ്റർ വരുന്ന ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു ഇവിടെ. അതാണ് ഈ സ്ക്വയർ, കണ്ടല്ലോ. 1 സെന്റിമീറ്റർ ഉൾപ്പെടുന്ന ഒരു സ്ക്വയർ ആണത് എന്ന് പറയുമ്പോൾ ഈ ചിത്രത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ? നമുക്കറിയാം. എന്തുകൊണ്ട്? ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. എന്തുകൊണ്ടാണ്? 1 സെന്റിമീറ്റർ വന്നാൽ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഏരിയ എത്രയാണ്? 1 സെന്റിമീറ്റർ പരപ്പളവ്. ഓക്കെ, ആ സ്ക്വയറിന്റെ ഈ വികർണം അല്ലെങ്കിൽ ഡയഗണൽ ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ ഒരു സ്ക്വയർ ഉണ്ടായേക്കുന്നത്. നിങ്ങൾ കണ്ടേ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പോൾ ഒരു സ്ക്വയർ ഉണ്ട്, അതിന്റെ ഏരിയ എന്ന് പറഞ്ഞ പരപ്പളവ് 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ആ സ്ക്വയറിന്റെ ഡയഗണൽ അല്ലെങ്കിൽ വികർണം ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ ഒരു സ്ക്വയർ നിർമ്മിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി അതേപടി ഈ ചിത്രം ഒന്ന് നോക്കിയാണ്. ഇപ്പോൾ ഇവിടെ ഈ സ്ക്വയർ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്ക്വയറിന് എത്ര ത്രികോണമുണ്ട്? 2 അല്ലേ? ഈ സ്ക്വയറിനകത്ത് എത്ര ത്രികോണമുണ്ട്? 2. ഈ പറയുന്ന വലിയ സ്ക്വയറിനകത്ത് എത്ര ത്രികോണങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ എത്രയുണ്ട് മക്കളെ? 4. എത്ര എണ്ണം ഉണ്ട്? 4. എന്ന് പറയുമ്പോൾ ഈ ആദ്യത്തെ സ്ക്വയറിന്റെ ഏരിയ ഉണ്ടാകാനായിട്ട് എത്ര ത്രികോണങ്ങൾ വേണ്ടി വന്ന്? 2 എണ്ണം അല്ലേ? ഈ ആദ്യത്തെ സ്ക്വയറിന്റെ ഏരിയ പറയാൻ 2 ത്രികോണങ്ങൾ വേണ്ടി വന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതിന്റെ ഏരിയ എത്ര നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്? 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ 2 ത്രികോണങ്ങളുടെ ഏരിയ ആണ് 1 സെന്റിമീറ്റർ സ്ക്വയർ എങ്കിൽ 4 ത്രികോണങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? നിങ്ങൾക്ക് പറയാൻ പറ്റും അത് എത്രയായിരിക്കും? 4 ത്രികോണങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സമചതുരത്തിന്റെ ഏരിയ എത്രയായിരിക്കും? 2 സെന്റിമീറ്റർ സ്ക്വയർ. കണ്ടോ, അങ്ങനെ 2 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു ത്രികോണം ഞാൻ വരച്ചു. കണ്ടോ, മനസ്സിലായോ വരച്ചത് എങ്ങനെയാണ്? അതിനു വേണ്ടി ഈ ചരിഞ്ഞ സ്ഥലം എത്ര എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഈ സൈഡ് 1 സെന്റിമീറ്റർ ആണ്, ഈ സൈഡ് 1 സെന്റിമീറ്റർ ആണ്. ഇനി ഞാൻ ഇതൊന്ന് മായ്ച്ചിട്ട് നിങ്ങളെ ഒരു പടം കാണിച്ചാൽ 1 സെന്റിമീറ്റർ ഇതൊരു സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ എത്ര ഡിഗ്രിയാണ് മക്കളെ? 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ചരിഞ്ഞ ദൂരം എത്ര എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ചരിഞ്ഞ ദൂരം എത്രയായിരുന്നു മക്കളെ? √2. അപ്പോൾ 1 സെന്റിമീറ്ററും വരികയാണെങ്കിൽ ചരിഞ്ഞ ദൂരം എത്ര സെന്റിമീറ്റർ ആയിരിക്കും? √2 സെന്റിമീറ്റർ ആയിരിക്കും. എന്ന് പറയുമ്പോൾ ഈ ചിത്രത്തിലെ ഈ ചരിഞ്ഞ ദൂരം എത്രയാണ്? √2. അതൊരു സ്ക്വയർ ആണെങ്കിൽ ഈ സൈഡും എത്ര തന്നെ? √2. ഈ സൈഡും എത്ര? √2. ഈ സൈഡും എത്ര? √2. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറയാം. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്, ഈ വലിയ ചതുരത്തിന്റെ അല്ലെങ്കിൽ സ്ക്വയറിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ √2 ചെയ്താൽ മതി. അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ആ ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? 2 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന്. അപ്പൊ 2 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു ചതുരം വരയ്ക്കാൻ പറഞ്ഞാൽ അതിന്റെ ഒരു വശം എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും? √2. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എനിക്ക് 3 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു ചതുരം വരയ്ക്കണം, പരപ്പളവുള്ളത് വരയ്ക്കണമെങ്കിൽ നിങ്ങൾ പറ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവരെ പറ, ഇതിന്റെ ഒരു വശം എത്രയായിരിക്കും? √3 സെന്റിമീറ്റർ ആയിരിക്കും. എത്രയായിരിക്കും? √3. അപ്പൊ 3 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ചതുരം വരയ്ക്കണമെങ്കിൽ സൈഡ് എത്രയായിരിക്കും? √3. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ ഏരിയ x സെന്റിമീറ്റർ സ്ക്വയർ ആകുമ്പോൾ സൈഡ് എത്രയായിരിക്കും? √x സെന്റിമീറ്റർ ആയിരിക്കും. ഏരിയ എനിക്ക് 2 സെന്റിമീറ്റർ സ്ക്വയർ ആവണമെങ്കിൽ അതിന്റെ സൈഡ് എത്രയായിരിക്കണം? √2 സെന്റിമീറ്റർ ആയിരിക്കും. എത്രയായിരിക്കും? √2 സെന്റിമീറ്റർ ആയിരിക്കും. അത്രമാത്രം. അല്ലെങ്കിൽ ഏരിയ 5 സെന്റിമീറ്റർ സ്ക്വയർ ആവണമെങ്കിൽ ഈ സൈഡ് എത്രയായിരിക്കണം? √5 സെന്റിമീറ്റർ
ആയിരിക്കണം. ഇത്ര മാത്രമേ ഇവിടെ എനിക്ക് പറഞ്ഞു തരാനുള്ളൂ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഈ √2ന്റെ വില എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇനി അതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. മക്കളെ, നിങ്ങൾ കാണുന്നുണ്ട് 1.4ന്റെ സ്ക്വയർ ചെയ്തപ്പോൾ ഏരിയ ഇത് കിട്ടും എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ ഒരു സ്ക്വയറിൻ്റെ സൈഡ് എത്ര എടുത്തു? 1.4 എന്ന് പറഞ്ഞ സൈഡ് എടുത്തു എന്ന് പറയുമ്പോൾ ഈ സ്ക്വയറിൻ്റെ ഇവിടെ എത്ര തന്നെ വരും? 1.4 വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്ര വരും? പരപ്പളവ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം എന്ത് ചെയ്യേണ്ടത്? 1.4 × 1.4 ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ 1.96 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടുന്നത്. പരപ്പളവ് ഇപ്പം എത്ര കിട്ടിയേ? 1.96. ഞാൻ എന്ത് പരപ്പളവാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ 2 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കണ്ടുപിടിക്കാൻ ചിന്തിക്കുന്നത്. എനിക്ക് ഏരിയ എത്ര വരണം? 2 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതിൻ്റെ അളവ് √2 ആണെന്നറിയാം. അതിനെ നമുക്ക് ഡെസിമൽ അല്ലെങ്കിൽ ദശാംശത്തിൽ പറയാൻ വേണ്ടി ചെയ്യുകയാണ്. അതിനുവേണ്ടി ഞാൻ 1.4 എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഏരിയ എത്രയാണ്? 1.96 എന്ന് പറഞ്ഞാൽ 2ൽ താഴെയാണ്. അതുപോലെ തന്നെ ഞാൻ മറ്റൊരളവിട്ടു 1.5ഉം 1.5 ഇട്ടപ്പോൾ എനിക്ക് കിട്ടിയ ഏരിയ എന്ന് പറയുന്നത് 2.25 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. എന്ന് പറയുമ്പോൾ ഇത് 2.25 എന്ന് വെച്ചാൽ 2ലും കൂടിപ്പോയി, ഇത് 2ലും താഴെ പോയി എന്ന് പറയുമ്പോൾ √2ന്റെ വിലയാണ് നമ്മൾ കണ്ടെത്താനായിട്ട് ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഏരിയയ്ക്ക് വേണ്ടി ഈ സൈഡ് എത്ര എടുത്തേ? 1.4 എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഏരിയ 1.96 എന്ന് വെച്ചാൽ 2ൽ താഴെ. ഇനി ഞാൻ 1.5 എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഏരിയ എന്ന് പറഞ്ഞാൽ 2.25. അതുപോലെ തന്നെ ഞാനപ്പോൾ ചിന്തിക്കുന്നു 2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന ഏരിയ കിട്ടണമെങ്കിൽ 1.5നും 1.4നും ഇടയിലുള്ള ഒരു സംഖ്യ ആയിരിക്കണമെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ പിന്നെയും ചെയ്തു തുടങ്ങി. അങ്ങനെ ഞാനൊരു സൈഡ് നോക്കും 1.41421ന്റെ സ്ക്വയർ എടുക്കുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക. ഒരു സ്ക്വയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു സ്ക്വയർ ഉണ്ട്, അതിൻ്റെ സൈഡിനെ ഞാൻ എങ്ങനെ എടുക്കുന്നു? 1.41421 എന്ന് എടുക്കുന്നു. അപ്പോൾ ഈ സൈഡ് എത്ര? 1.41421 എന്നെടുക്കുമ്പോൾ അതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ 1.9999899241 ആവുന്നു. എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് എത്രയാണ്? 2ൽ താഴെയാകുന്നു. അപ്പോൾ സൈഡ് ഇതുപോലെ വരണം, എന്നാൽ മാത്രമേ ഏരിയ എത്ര വരത്തുള്ളൂ? 2നടുത്തെങ്കിലും വരത്തുള്ളൂ. അതാണ്ട് ഇത് വന്നപ്പോൾ നോക്ക് 1.41422 എടുത്തപ്പോൾ ഏരിയ 2ൽ കൂടിപ്പോയി, ഏരിയ കൂടിപ്പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ √2 എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതുന്നത്. നമ്മുടെ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, സ്ക്വയറിൻ്റെ ഏരിയ ഇവിടെ √2ഉം ഇവിടെ √2ഉം വന്നാലേ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത്, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് എത്ര വരത്തുള്ളൂ? √2 × √2 ചെയ്താൽ എന്ത് കിട്ടും? 2 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പരപ്പളവ് കിട്ടും. ഇനി അതുപോലെ തന്നെ നമ്മൾ ഡെസിമലി പറയുകയാണെങ്കിൽ 1.41421ഉം 1.41421 എടുത്താൽ മാത്രമേ ഏരിയ എന്ന് പറയുന്ന 1.41421 × 1.41421 ചെയ്താൽ നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ 1. നിങ്ങൾക്ക് കാണാം 999 1.9999. അത് കഴിഞ്ഞിട്ട് എത്ര? 899241 എന്ന് കിട്ടു. എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ? 2 സെൻറ്റിമീറ്റർ സ്ക്വയറിന് തുല്യമാകുന്നു. എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായി മനസ്സിലാക്കുക, √2ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതിന് തുല്യമാകുന്നു? 1.41421 ഈക്വൽ ആകുന്നു. ഇങ്ങനെ നമ്മൾ കണ്ടെത്തി √2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. കണ്ടോ, ഇതുപോലെ ചെയ്യുമ്പോൾ ഏരിയ 2 സെൻറ്റിമീറ്റർ സ്ക്വയറും ഇതുപോലെ ചെയ്യുമ്പോൾ ഏരിയ 1.99899 എന്നുള്ള രൂപത്തിലും കിട്ടും. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് 2 വാല്യൂസ് കൃത്യമായി അറിഞ്ഞിരിക്കണം. √2 എന്ന് പറയുന്ന നമ്പറിൻ്റെ വാല്യൂ ആണ് 1.41421ഉം √3യുടെ വാല്യൂ ആണ് 1.73205. അപ്പോൾ നിങ്ങൾ കണക്ക് ചെയ്യാൻ നേരത്തെ ഡെസിമലിലാക്കാൻ നേരത്തെ √2 എവിടെ കണ്ടാലും നിങ്ങൾക്ക് ഇത് എഴുതാം, √3 എവിടെ കണ്ടാലും ഇതുപോലെ ഡെസിമലിൽ എഴുതാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ ചോദ്യം പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചോദ്യം പറയുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം? ഡ്രോ ദ സ്ക്വയർ ഓഫ് ഏരിയ 7 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻഡ് 11 സ്ക്വയർ സെൻറ്റിമീറ്റർ. അതാണ് നമുക്ക് ചെയ്യണം. നമുക്കൊരു ചിത്രം വരയ്ക്കണം. എന്താ വരയ്ക്കേണ്ടത്? ഒരു സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം വരയ്ക്കണം. ആ സമചതുരത്തിൻ്റെ ഏരിയ എത്രയാണ്? 7ഉം 11ഉം
ആയിരിക്കണം. ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കുന്ന തൊട്ട് മുമ്പായിട്ട് ഇതാ ഈ കൊടുത്തിരിക്കുന്നതിന്റെ ഉത്തരങ്ങളൊന്ന് പറയാൻ ശ്രമിച്ച മക്കളെ. അതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കും. 2ന്റെ സ്ക്വയർ 4 ആണ്. 4 മൈനസ് 1 വരും, ഉത്തരം 3 കിട്ടും. അടുത്ത 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 മൈനസ് 2ന്റെ സ്ക്വയർ 4, ഉത്തരം എത്ര കിട്ടും? 5. അത് കണക്ക് 16 മൈനസ് 9 സംഭവിക്കും, ഉത്തരം 7. അത് കണക്ക് എത്ര വരും? 36 മൈനസ് 25 വരും, ഉത്തരം എന്ന് പറഞ്ഞാൽ 11. ഈ കിട്ടിയ ഉത്തരങ്ങളെല്ലാം ഏത് കിട്ടിയ ഉത്തരങ്ങൾ? ഈ കിട്ടിയ ഉത്തരങ്ങളെല്ലാം എന്ത് നമ്പറാണ് മക്കളെ? ഒറ്റ സംഖ്യയാണ്. എന്ത് സംഖ്യയാണ് ഈ കിട്ടിയ ഉത്തരങ്ങളെല്ലാം? ഒറ്റ സംഖ്യ, ഓഡ് നമ്പേഴ്സ് ആണ് ഈ കിട്ടിയത്. എന്ന് പറയുമ്പോൾ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് കണ്ടെത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ ടേംസുകൾ എന്ത് ചെയ്യാം? കുറയ്ക്കാം. ഇത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് ഈ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത്. ഇൻ 8 ഓഡ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് ദ ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയറുകളുടെ വ്യത്യാസമായിട്ട് എന്തിനെ എഴുതാൻ പറ്റും? ഓഡ് നമ്പേഴ്സിനെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. നമുക്ക് എന്താണ് വരയ്ക്കേണ്ടത്? 7 സെന്റിമീറ്റർ സ്ക്വയർ ഉള്ളതും അതോടൊപ്പം 11 സെന്റിമീറ്റർ സ്ക്വയറുമുള്ള സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. അതിന് നമുക്ക് ഈ ഐഡിയ ഉപയോഗിക്കാം. ഈ വീഡിയോയിൽ തന്നെ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചൊരു നിയമമാണ് പൈഥാഗോറസ് തിയറം. ഈ പൈഥാഗോറസ് തിയറം ഉപയോഗിച്ച് ഈ ചരിഞ്ഞ സൈഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സ്ക്വയറുകൾ കൂട്ടിയാൽ മതി. തിരിച്ചു മക്കളെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട സൈഡ് ഇതാ ഈ പെർപെൻഡിക്കുലർ സൈഡ് അല്ലെങ്കിൽ കുത്തനെ നിൽക്കുന്ന സൈഡ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കൂട്ടുകയായിരിക്കുമോ? അല്ല. ചരിഞ്ഞ സൈഡ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നീളം കൂടിയ സൈഡ് കണ്ടുപിടിക്കാൻ കൂട്ടുകയാണെങ്കിൽ ഈ സൈഡ് കണ്ടുപിടിക്കാൻ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സമവാക്യം നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണെങ്കിൽ നീളം കൂടിയ സൈഡായിട്ടുള്ള ഹൈപ്പോട്ടിന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്നും എന്ത് കുറയ്ക്കണം? ബേസിൻ്റെ സ്ക്വയർ കുറയ്ക്കണം. അപ്പോൾ അതിൻ്റെ മലയാളം ഞാൻ എഴുതിയിട്ടുണ്ട്. ലംബം സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? കർണം സ്ക്വയറും പാദം സ്ക്വയറും കൂടെ കുറയ്ക്കും. മക്കളെ, നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സൈഡ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതൊരു 90 ഡിഗ്രി ത്രികോണമാണ് അല്ലെങ്കിൽ മട്ട ത്രികോണത്തിൻ്റെ ഈ സൈഡാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? കുറയ്ക്കണം. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് എഴുതാം. നമുക്ക് AC-യുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ എഴുതുന്നത്. AC-യുടെ സ്ക്വയറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 4ന്റെ സ്ക്വയറിൽ നിന്ന് 3ന്റെ സ്ക്വയർ എന്ത് ചെയ്യണം മക്കളെ? സിമ്പിൾ കണ്ടല്ലോ, കുറയ്ക്കണം. ഈ ഇക്വേഷൻ അല്ല ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഏത് ഇക്വേഷൻ? ഈ ഇക്വേഷൻ. എന്താണ്? കുറയ്ക്കുന്ന ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഉത്തരം എത്ര കിട്ടും? AC-യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16ൽ നിന്ന് 9 കുറയ്ക്കണം എന്ന് പറയുമ്പോൾ AC സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 7 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ AC എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ √7 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ സൈഡ് എത്ര കിട്ടി മക്കളെ? √7 സെന്റിമീറ്റർ. അപ്പോൾ ഈ സൈഡ് എത്ര? √7. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് തന്നെ ഞാൻ ചോദിക്കുന്നു മക്കളെ, ആ സൈഡ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സ്ക്വയർ നിർമ്മിച്ചു. ഏത് സൈഡ് ഉപയോഗിച്ചുകൊണ്ട്? ഈ സൈഡ് എത്ര സെന്റിമീറ്റർ ആണ്? √7 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ചരിഞ്ഞ സൈഡും എത്ര വരും? √7. അങ്ങനെയാണെങ്കിൽ ഇതും എത്ര വരും? √7. അങ്ങനെയാണെങ്കിൽ ഇതും എത്ര വരും? √7. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് പിന്നെയും ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ സ്ക്വയറിന്റെ ഏരിയ എത്രയായിരിക്കും? 7 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കൂലേ? ഈ സ്ക്വയറിന്റെ ഏരിയ എത്രയായിരിക്കും? 7 സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ എന്തോ? √7 സെന്റിമീറ്ററിന്റെ സ്ക്വയർ വരയ്ക്കണമെങ്കിൽ ആദ്യമേ എന്ത് വരയ്ക്കണം? ഇതുപോലെ ഒരു 90 ഡിഗ്രി ട്രയാങ്കിൾ വരയ്ക്കണം. ആ 90 ഡിഗ്രി ട്രയാങ്കിളിന്റെ വശങ്ങൾ എന്ന് പറയുന്നത് ഏത് അടിസ്ഥാനത്തിൽ എടുക്കണം? കണ്ടോ, ഈ 7 കിട്ടുന്ന ഉത്തരത്തിന്റെ അടിസ്ഥാനത്തിൽ വശങ്ങൾ എടുത്തു, 4ഉം 3ഉം. അങ്ങനെ ഈ നീളം കൂടിയ സൈഡ് 4 എടുത്തു, മറ്റേ സൈഡ് 3 എടുത്തു. അപ്പോൾ എനിക്കറിയാം 4ന്റെ സ്ക്വയറിൽ നിന്ന് 3ന്റെ സ്ക്വയർ കുറച്ച് കിട്ടുമ്പോൾ എന്താ കിട്ടുന്നത്? 7, അല്ലെങ്കിൽ അത് √7 ആയിട്ട് മാറുമെന്നറിയാം. അങ്ങനെ ഒരു സൈഡ് √7 ആണെങ്കിൽ ആ സ്ക്വയറിന്റെ എല്ലാ സൈഡ് √7 ആകുമ്പോൾ അതിൻ്റെ ഏരിയ എത്ര ആയിട്ട് വരും? 7 സെന്റിമീറ്റർ സ്ക്വയർ വരും. ഇനി ഈ പടം എങ്ങനെ വരയ്ക്കുമെന്ന് ചോദിക്കുന്നവരോട് വളരെ സിമ്പിളായി ഞാൻ പറഞ്ഞുതരാം. ഈ പടം എങ്ങനെ വരയ്ക്കും? നമുക്ക് വരയ്ക്കാനാണല്ലോ ചോദ്യം. എന്ത് ചോദ്യം? ഡ്രോ സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വരയ്ക്കാനാണ് ചോദ്യം. അങ്ങനെയാണ് ഈ മക്കളെ ആദ്യമേ ഒരു വര വരയ്ക്കണം. ഒരു വര വരച്ചു, എന്നിട്ട് 90 ഡിഗ്രിക്ക് മറ്റൊരു വരയും വരച്ചിടുക. കണ്ടല്ലേ, ഇതിൻ്റെ ഇടയിലുള്ളത് എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. അപ്പോൾ ഒരു L ഷേപ്പ് വരച്ചിട്ടു. സെറ്റാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇനി നിങ്ങൾ ആലോചിക്കണം, നമുക്ക് എത്രയാണ് ചരിഞ്ഞ ദൂരം? നമുക്ക് ഇതില്ലേ വരയ്ക്കണ്ടേ?
എന്ന് പറയുമ്പോൾ താഴത്തെ സൈഡ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം 3 സെൻറ്റിമീറ്റർ. അപ്പോൾ അതാ 3 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു ഡോട്ട് കൊടുക്കുക. അപ്പോൾ ഈ സൈഡ് എത്രയാണ് 3 സെൻറ്റിമീറ്റർ. സംശയമൊന്നുമില്ലല്ലോ. ഇതാ നമ്മളിതാ ഈ ട്രയാങ്കിൾ ആണ് ആദ്യം വരയ്ക്കേണ്ടത്. അതിന് വേണ്ടി ആദ്യമേ എല്ല് വരച്ചിട്ടു, സെറ്റാണ്. എന്നിട്ട് ഇതാ നമുക്ക് താഴെ 3 വേണം എന്നറിയാം. അതോടൊപ്പം ഈ ചരിഞ്ഞ സൈഡ് എത്ര വരണം മക്കളെ, 4 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്ത് ചെയ്യണം, കോമ്പസ് എടുക്കണം. ദാണ്ട് ഇവിടെ കുത്തിക്കൊണ്ട് ആ കോമ്പസിൻ്റെ ആർക്ക് ഇവിടെ കട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എത്രയാണ് കോമ്പസിൽ എടുക്കേണ്ടത്, കോമ്പസിൽ എടുക്കേണ്ട സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. എവിടെ കുത്തണം എന്ന് ചോദിച്ചാൽ ഇവിടെ കുത്തണം. എന്നിട്ട് ഇവിടെ ഒരു ആർക്ക് പോലെ മുറിക്കണം. എന്ന് വെച്ചാൽ 4 സെൻറ്റിമീറ്റർ ചരിച്ച് മുറിക്കുന്ന കണക്ക് മുറിക്കണം. അപ്പോൾ ദാ ഇവിടെ ഇങ്ങനെ മുറിക്കാൻ പറ്റും. അപ്പോൾ എത്രയാണ് ഈ ദൂരം എന്ന് പറഞ്ഞാൽ, കോമ്പസിൽ എത്ര സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഏത് വര വരച്ചിടാം. എന്താണ്ട് ആ ആർക്ക് കിട്ടിയതോടൊപ്പം എന്താണ്ട് നിങ്ങൾക്ക് ഇതാ ഇങ്ങനൊരു വര വരച്ചിടാം. നമ്മുടെ എന്ത് റെഡിയായി, നമ്മുടെ ട്രയാങ്കിൾ റെഡിയായി. ഇതാ റെഡിയായി. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇതാണ്ട് ഈ ദൂരം അപ്പോൾ എത്ര ആയിരിക്കും എന്ന് ചോദിച്ചാൽ √7 ആയിരിക്കും കേട്ടോ. എത്രയും വരച്ച് കഴിയുമ്പോൾ തന്നെ ഈ ദൂരം എത്രയായി, √7 സെൻറ്റിമീറ്റർ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ താഴത്തെ സൈഡ് ഇങ്ങനെ നീട്ടി വരയ്ക്കണം. കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നിട്ട് കോമ്പസിൽ ഈ ദൂരം എടുക്കണം. ഈ കോമ്പസിൽ ഇതേ ദൂരം എവിടെ മാർക്ക് ചെയ്യണം, ഈ താഴെ മാർക്ക് ചെയ്യണം. ഓക്കെയാണ്. കോമ്പസിൽ ആ ദൂരം എടുത്ത് ഇവിടെ മാർക്ക് ചെയ്യണം. ഇതും എത്ര തന്നെ കിട്ടും, √7. ഓക്കെയാണ്, √7. ഇനി കോമ്പസിൽ വെച്ചുകൊണ്ട് ഇവിടെ കുത്തിക്കൊണ്ട്, എവിടെ കുത്തിക്കൊണ്ടാണ്, ഇനി കോമ്പസ് ഇവിടെ കുത്തിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഇവിടെ കുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എക്സ് പോയിന്റ് കിട്ടും. എന്ന് വെച്ചാൽ √7ൻ്റെ ദൂരങ്ങൾ. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റും ഇതും കൂടെ ചേർക്കുക, ഇതും കൂടെ ചേർക്കുക. അപ്പം നമ്മുടെ എന്ത് റെഡിയാവും, നമ്മുടെ സ്ക്വയർ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് കിട്ടും. ഇതാണ് എത്ര സെൻറ്റിമീറ്ററിൻ്റെ, 7 സെൻറ്റിമീറ്റർ സ്ക്വയറിൻ്റെ എന്ത് സ്ക്വയർ റെഡിയായി. ഓക്കെയാണ്, സെറ്റ് വരച്ചു നോക്കുക കേട്ടോ. എനിക്ക് ഈ ഒരു സെറ്റപ്പിൽ വരച്ച് കാണിക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ട്രയാങ്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പറ, PR-ന്റെ നീളമാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്കറിയാം PR-ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ മറ്റു 2 സൈഡോടെ കുറയ്ക്കും. നീളം കൂടിയ സൈഡായ 6ന്റെ സ്ക്വയറിൽ നിന്ന് എത്ര കുറയ്ക്കണം, 5ന്റെ സ്ക്വയർ കുറയ്ക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പറ 36ൽ നിന്ന് 25 കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 11. എന്ന് പറയുമ്പോൾ ആരാ, PR-ന്റെ സ്ക്വയർ ആണ് 11. എന്ന് പറയുമ്പോൾ PR എത്ര കിട്ടുമെന്ന് വെച്ചാൽ √11. അപ്പോൾ ഈ സൈഡ് എത്ര കിട്ടി, √11. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ സൈഡ് എത്ര കിട്ടി, √11 എന്ന് പറയുമ്പോൾ ഈ നീളം എത്ര, √11. അങ്ങനെയാണെങ്കിൽ ഈ നീളം വെച്ചുകൊണ്ട് ഇവിടെ ഒരു സ്ക്വയർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡ് എത്ര തന്നെ, √11 എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എത്ര വരും, 11 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ചോദ്യം എന്താണ്, നമ്മുടെ ചോദ്യം എന്താണ്, ഡ്രോ എന്നാണ്. അതുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്തുവാ നിങ്ങളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് ആദ്യമേ നമുക്ക് ഈ ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. √11 വേണ്ടിയുള്ള ട്രയാങ്കിൾ വരയ്ക്കണം. അതിന് വേണ്ടി നമ്മൾ എന്ത് വരയ്ക്കുക, ഒരു എൽ ഷേപ്പ് വരച്ചിടണം. സെറ്റാണ്, ഒരു സംശയമില്ല. ഒരു എല്ല് വരയ്ക്കുക. എന്തിന് കിട്ടി, ഇതാണ്ട് ഈ ട്രയാങ്കിളിൻ്റെ ഇവിടെ എത്ര ഡിഗ്രിയാണ്, 90 ഡിഗ്രി. അതിന് വേണ്ടി ഇതാ എൽ ഷേപ്പ് വരച്ചിട്ടു. ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി. സെറ്റാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് എത്രയാണ് ഇവിടെ ഈ ട്രയാങ്കിളിൻ്റെ താഴത്തെ സൈഡ് 5. അപ്പോൾ ഇവിടെ നിന്ന് എത്ര സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യണം, 5 സെൻറ്റിമീറ്റർ. എന്ന് പറയുമ്പോൾ 5 സെൻറ്റിമീറ്റർ കഴിഞ്ഞ് ഞാനൊരു കുത്തിട്ടു. എത്രയാണ് ഇത്, 5 സെൻറ്റിമീറ്റർ. സംശയമൊന്നുമില്ല, യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇനി നമ്മളിവിടെ തന്നിരിക്കുന്ന അളവ് എത്രയാണ്, 6 സെൻറ്റിമീറ്റർ. അതാണ്ട് ഈ ചരിഞ്ഞ പ്രദേശമാണ് 6. അപ്പോൾ അത് കോമ്പസിൽ എടുക്കണം. അപ്പോൾ ഈ സെൻറ്റിമീറ്റർ എന്തിലെടുക്കണം, കോമ്പസിൽ. എവിടെ മാർക്ക് ചെയ്യണം, അത് ഇവിടെ മാർക്ക് ചെയ്തുകൊണ്ട് ആ കോമ്പസിലെ 6 സെൻറ്റിമീറ്റർ ഇവിടെ അടയാളപ്പെടുത്തുക. എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കട്ടിങ് വരും. എന്നിട്ട് എന്ത് ചെയ്യണം, ആ 2 സൈഡും കൂടെ എന്ത് ചെയ്യുക, യോജിപ്പിക്കുക. നമ്മുടെ എന്ത് റെഡിയായി, ഇവിടെ നമുക്ക് എത്ര സെൻറ്റിമീറ്റർ കിട്ടി, 6 സെൻറ്റിമീറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് 6ഉം ഇത് 5ഉം കറക്റ്റ് ആണെങ്കിൽ ഈ ദൂരം എത്രയായിരിക്കും, √11. അപ്പോൾ ഇത് എത്ര കിട്ടി, √11. സെറ്റാണ്. ഇനി യാതൊരു ഡൗട്ടും വേണ്ട. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഇങ്ങനെ നീട്ടി വരയ്ക്കുക. ഓക്കെയാണ്, നീട്ടി അങ്ങ് വരച്ചാൽ മതി. ഇനി ഈ √11 നമുക്ക് എടുക്കേണ്ടത്. ഈ √11 എടുത്ത് എവിടെ വരയ്ക്കണം, ഇവിടെ മാർക്ക് ചെയ്യണം. കോമ്പസിൽ √11 പെരുപ്പൂലേ, അത് ഉപയോഗിച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്തൂടെ എന്ന് പറയുമ്പോൾ എവിടെ പോയിന്റ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ √11 ഈ √11 എന്ത് ചെയ്യുക, കോമ്പസിലെടുത്ത് താഴെ മാർക്ക് ചെയ്യുക. ഇപ്പോൾ √11 റെഡിയായേ. ഇനി ഈ √11 കളയാതെ ഇവിടെ കുത്തിക്കൊണ്ട് ഈ ഒരു ആർക്ക്, ഈ √11 ഇവിടെ കുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒരു ആർക്ക് ചെയ്യുക. എന്ന് പറയുമ്പോൾ നിങ്ങൾ കോമ്പസിലാണ് അത് ചെയ്യേണ്ട. കോമ്പസിൽ ഇതുപോലെ ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തരമായിട്ട് വരച്ച് ഈ ഒരു റാ കിട്ടും. എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കൊരു സ്ക്വയർ റെഡിയാവും. നിങ്ങൾ തന്നെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതുപോലെ കിട്ടും. ഞാനത് വരയ്ക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പോയിന്റ് കിട്ടും.
ഈ സ്ക്വയറിന്റെ ഈ സൈഡ് എത്ര തന്നെയായിരിക്കും റൂട്ട് 11 എന്ന് പറയുമ്പോൾ അത് റൂട്ട് 11 ആയതുകൊണ്ട് ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര വരും 11 സെന്റിമീറ്റർ സ്ക്വയർ സ്വാഭാവികമായും വരും. എന്തുകൊണ്ടാണ് റൂട്ട് 11 ഇൻറ്റു റൂട്ട് 11 എത്രയായിരിക്കും വെറും 11 കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഇത് വരയ്ക്കേണ്ടത്, ഈ ചോദ്യം ചെയ്യേണ്ടത്. സെറ്റാണ്. എനിക്ക് പറ്റുന്ന പരിമിതികളിൽ നിന്നാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ചോദ്യം? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ? ഈ സ്ക്വയറിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ കണ്ടുപിടിക്കും. ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഈ സൈഡിന്റെ നീളം എത്ര എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയാ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിന് പേര് കൊടുക്കുന്നു ABC എന്ന് ഞാൻ പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പറ മക്കളെ, BC സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നീളം കൂടിയ സൈഡ് ഇതാ. അപ്പൊ എന്താ പരിപാടി? ഈ സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ സൈഡ് കണ്ടുപിടിക്കാൻ കുറയ്ക്കണം. എന്ന് പറഞ്ഞാൽ BC സ്ക്വയർ കണ്ടുപിടിക്കാൻ 3.5ന്റെ സ്ക്വയറിൽ നിന്നും 1.5ന്റെ സ്ക്വയർ കുറയ്ക്കണം. സംശയമൊന്നുമില്ല. നമ്മളിവിടെ പഠിച്ച ഇക്വേഷനെ ഇവിടെ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഏതാണ്ട് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. ബാക്കി എന്ത് കണ്ടുപിടിക്കാനും കുറയ്ക്കണം എന്ന് പറയുമ്പോൾ ഈ സൈഡ് കണ്ടുപിടിക്കാൻ ഈ സൈഡും കൂടെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ പറ മക്കളെ, ഇവിടെ ഇനി സംശയം വരുന്ന 3.5ന്റെ സ്ക്വയർ എത്ര എന്ന് പറയുമ്പോൾ 35ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. വളരെ സിമ്പിളായി പറഞ്ഞു തരാം. 35ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗ്ഗമുണ്ട് മക്കളെ. ഇവിടെ നിങ്ങൾ ചിന്തിക്കുക. ആദ്യമേ 5ന്റെ സ്ക്വയർ എത്ര? 25. സെറ്റാണ്. ഇതാണ്ട് ഞാൻ എളുപ്പവഴിയാണ് പറഞ്ഞത്. 5ന്റെ സ്ക്വയർ എത്ര? 25. എന്നിട്ട് ഈ 3നെ അതിൻ്റെ അടുത്ത സംഖ്യയായ 4മായി ഗുണിക്കുക. 4 × 3 എത്ര? 12. അപ്പോൾ ആൻസർ ഈസ് 12, 25. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലായി. ഇവിടെ 3.5ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 3.5 × 3.5 ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ്, ഇവിടെ ഒരു ഡെസിമൽ. എന്ന് പറയുമ്പോൾ ഉത്തരത്തിൽ എത്ര ഡെസിമൽ പോയിന്റ് വേണം? 2. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 12.25. അപ്പോൾ ഈ ചോദിക്കുന്നവരോടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ പോയിന്റ് വരാനുള്ള കാരണം എന്താ? ഇത് സ്ക്വയർ ഉണ്ടായതുകൊണ്ട് എത്ര പോയിന്റ് വരും? 2 പോയിന്റ്. അതുകൊണ്ട് ഇവിടെ പോയിന്റ്. സെറ്റാണ്. ഇവിടെ ഒരു പോയിന്റേ ഉള്ളൂ. ഒരു സംഖ്യ കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിന്റ്. പക്ഷെ സ്ക്വയർ ഉണ്ടായതുകൊണ്ട് എവിടെ വരും? 2 സംഖ്യ കഴിഞ്ഞ് പോയിന്റ് വരും. അതാണ് അടുത്ത ചോദിക്കും. നിങ്ങൾ 15ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും എളുപ്പമാർഗ്ഗം ഉണ്ടോ സാർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം പറയണം 5ന്റെ സ്ക്വയർ എത്ര മക്കളെ? 25. അത് കഴിഞ്ഞിട്ട് ഈ 1നോട് അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ 2 ഗുണിക്കുക. 2 × 1 2. അപ്പോൾ ആൻസർ ഈസ് 225. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടാണ്, ഒരു സംഖ്യ കഴിഞ്ഞിട്ടാണ് പോയിന്റ് എങ്കിൽ ഇവിടെ സ്ക്വയർ ഉണ്ടായതുകൊണ്ട് 2 സംഖ്യ കഴിഞ്ഞ് പോയിന്റ് വരും. ഉത്തരം ഈസ് 2.25 എന്ന് കിട്ടും. എന്ന് പറയുമ്പോൾ കുറയ്ക്കണം. 12.25 എന്ന് കുറയ്ക്കണം. 2.25 എന്ന് പറയുമ്പോൾ ഉത്തരം 0.001 എന്ന് വരും. എന്ന് പറയുമ്പോൾ 10 പോയിന്റ്. കണ്ടല്ലോ ഉത്തരം കണ്ടല്ലോ? 10 പോയിന്റ് ആണ്. 10 പോയിന്റ് പിന്നെ അങ്ങോട്ട് ഒന്നുമില്ല. എന്ന് പറയുമ്പോൾ ആൻസർ ഈസ് 10 എന്ന് എഴുതാം കേട്ടോ. ആൻസർ എത്ര? 10 എന്ന് പറയുമ്പോൾ BCയുടെ സ്ക്വയർ എത്ര വന്നു? 10. അങ്ങനെയാണെങ്കിൽ പറ മക്കളെ, സ്ക്വയർ അപ്പുറത്തോ എന്താ? റൂട്ട് 10 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു സ്ക്വയറിന്റെ ഒരു സൈഡ് എത്ര? റൂട്ട് 10. എത്ര? റൂട്ട് 10. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എത്ര? റൂട്ട് 10. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ മക്കളെ, ഏരിയ എത്രയാണ്? അങ്ങനെയാണ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത്. ഏരിയ അല്ലെങ്കിൽ മലയാളം അറിയാലോ, പരപ്പളവ് എന്ന് പറഞ്ഞാൽ എത്ര? റൂട്ട് 10 × റൂട്ട് 10 ചെയ്യണം. എന്ന് പറയുമ്പോൾ വെറും 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. അപ്പോൾ ഏരിയ എത്ര എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞു തരുന്നു, 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. അതോടൊപ്പം ആ ക്വസ്റ്റ്യനകത്ത് ഒന്നുകൂടെ ചോദിച്ചിട്ടുണ്ടല്ലോ, ഒരു വശത്തിന്റെ നീളമോ? ലെങ്ത് ഓഫ് ദ സൈഡ് എത്ര? റൂട്ട് 10 സെന്റിമീറ്റർ. ലെങ്ത് ഓഫ് ദ സൈഡ് എത്ര? റൂട്ട് 10 സെന്റിമീറ്റർ. സെറ്റാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. എന്താണ് ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ആൻഡ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ് ഇൻ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് ബിലോ. ആ കൊടുത്തിരിക്കുന്ന എല്ലാ ചിത്രത്തിൻ്റെയും കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഒരു ചിത്രമുണ്ട്, ഇവിടെ 1ഉം ഇവിടെ 1ഉം വന്ന മറ്റേ സൈഡ് എത്ര? നിങ്ങൾക്ക് പറഞ്ഞു തന്നേ, എന്നാലും ഞാൻ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്കറിയാം ഈ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ എന്തുണ്ട് പ്രത്യേകത? ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ചരിഞ്ഞ സൈഡ് അല്ലെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റാ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ത്രികോണം ഞാനൊന്ന് ഇവിടെ സിമ്പിളായിട്ട് വരയ്ക്കാം. അവിടെ വരച്ചേക്കുന്ന ത്രികോണം ഞാൻ ഇങ്ങോട്ടൊന്ന് വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ വരച്ചു. അങ്ങനെയാണ് പറ മക്കളെ, ABC. നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈഡ് എത്ര? ഈ സൈഡാ അല്ലെങ്കിൽ ഈ പടത്തിൽ BC ആണ് കണ്ടുപിടിക്കുന്നത്. എന്തുകൊണ്ട് വേണം? BC. അപ്പം നിങ്ങൾക്കറിയാം BC സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് ഈ സൈഡ് എത്രയും ഈ സൈഡ് എത്ര? 1 മീറ്റർ. അത് ആ പടത്തിലുണ്ട്. ഈ സൈഡ് 1 മീറ്റർ, ഈ സൈഡ് 1 മീറ്റർ. അപ്പോൾ ചരിഞ്ഞ സൈഡ് എത്ര വരും എന്നാണ് നമ്മുടെ ചോദ്യം. അങ്ങനെയാണ് നിങ്ങൾ പറ, BC സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 1 സ്ക്വയർ + 1 സ്ക്വയർ ചെയ്യണം. അറിയാമല്ലോ, ഈ സൈഡിൻ്റെ സ്ക്വയറും ഈ സൈഡിൻ്റെ സ്ക്വയറും കൂടെ കൂട്ടണം. എന്ന് പറയുമ്പോൾ എത്ര വരും? BC സ്ക്വയർ സമയം എത്ര വരും? 1 + 1 എന്ന് വരും. BC സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 2 എന്ന് വരും. BC എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? √2 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ BCയുടെ ലെങ്ത് കിട്ടി √2. അപ്പോൾ ഈ സൈഡ് എത്ര എന്ന് ചോദിക്കുന്നവർക്ക് ഉത്തരം കിട്ടി √2. സെറ്റാണ്. അപ്പോൾ ഒരു സൈഡ് കിട്ടി. ഈ സൈഡ് എത്ര മക്കളെ? √2. കഴിഞ്ഞോ? ഇല്ല.
അപ്പോൾ ഈ സൈഡ് √2 ഉണ്ട്, ഈ സൈഡ് 1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചരിഞ്ഞ സൈഡ് നോക്കി, ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എങ്ങനെ വരും? ആ ത്രികോണവും ഞാൻ മാറ്റി നേരെ അങ്ങ് വരയ്ക്കാം. പോയിന്റ് സി, അതുകൊണ്ട് ഈ പോയിന്റ് സി തന്നെ. ഈ പോയിന്റ് ബി, അതുകൊണ്ട് ഈ പോയിന്റും ബി തന്നെ. അതുകൊണ്ട് ഈ പോയിന്റാണ് ക്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കൊടുക്കുന്നു ഞാൻ ക്യൂ. സെറ്റാണ്. ഇനി നിങ്ങൾ പറ ഏതൊക്കെ സൈഡാണ് തന്നിരിക്കുന്നത്? അതാണ്ട് ഇത് 1 മീറ്ററാണ് നമുക്കറിയാം. ഇനി ഈ ചരിഞ്ഞ സൈഡ് എത്ര? അതാ ഈ ചരിഞ്ഞ സൈഡല്ലേ അത്? ആ 90 ഡിഗ്രിയുടെ സൈഡല്ലേ ഇത്? സൈഡ് എത്ര? √2. എത്രയാണ്? √2. അപ്പോൾ ഇവിടെ കൊടുക്കാം √2. അങ്ങനെയാണ് നിങ്ങൾ പറ സി ക്യൂവിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയൊക്കെയാണ്? 1ൻ്റെ സ്ക്വയർ പ്ലസ് √2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സി ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് √2ൻ്റെ സ്ക്വയർ എത്രയാണ്? √2ൻ്റെ സ്ക്വയർ എത്ര? സംശയമൊന്നും വരില്ല. √2ൻ്റെ സ്ക്വയർ മക്കളത് ആ സൈഡിലോട്ട് എഴുതാം. √2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? √2 ഇൻറ്റു √2 ആണ്. √2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്ര? വെറും 2 ആണ്. വെറും 2 ആണ് കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതിൻ്റെ ഉത്തരം പഠിച്ചു വെച്ചേക്കുക 2. അല്ലെങ്കിൽ ഈ സൈഡിൽ കിടപ്പുണ്ട് 2 ആണ്. അങ്ങനെയാണെങ്കിൽ പറ മക്കളെ സി ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര കിട്ടും? 3. അങ്ങനെയാണെങ്കിൽ സി ക്യൂ എത്ര കിട്ടും? സി ക്യൂ എന്ന് പറഞ്ഞാൽ √3 മീറ്റർ ആണ്. എത്രയാണ്? √3 മീറ്റർ. അപ്പോൾ അതാ സി ക്യൂവിൻ്റെ നീളം കിട്ടി √3 മീറ്റർ കേട്ടോ. √3 മീറ്റർ. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ ഞാൻ പേര് കൊടുക്കുന്നു. ഇതിന് പി എന്നും ഇതിന് ആർ എന്നും കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എത്ര? √3 മീറ്റർ. സംശയമില്ല, സ്ക്വയർ ആണ്. അടുത്ത മുകളിലത്തെ സൈഡ് എത്ര? √3 മീറ്റർ. സൈഡിലത്തെ സ്ക്വയർ എത്ര? √3 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താ? ഏരിയ ഓഫ് ദ സ്ക്വയർ. പറ മക്കളെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3 ഇൻറ്റു √3 ചെയ്യണം. √3 ഇൻറ്റു 3 എത്ര? വെറും 3 ആണ്. 3 മീറ്റർ സ്ക്വയർ ആണ് ഏരിയ. അപ്പോൾ ഏരിയ എത്രയാണെന്ന് ചോദിക്കുന്നവരോട് പറ എത്രയാണ്? 3 മീറ്റർ സ്ക്വയർ ആണ് ഈ ചതുരത്തിൻ്റെ ഏരിയ. അപ്പോൾ ഈ ചതുരത്തിൻ്റെ ഏരിയ എത്ര? 3 മീറ്റർ സ്ക്വയർ. സെറ്റാണ്. തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. പക്ഷേ ഈ ചോദ്യം ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് നിന്ന് പല കാര്യങ്ങളും എടുക്കാൻ പറ്റും. ഇനി അങ്ങ് വിഴുങ്ങിക്കോണം. എന്തൊക്കെയാണ് വിഴുങ്ങേണ്ടതെന്ന് നോക്കിക്കോണം. അങ്ങ് മനസ്സിൽ ഉറപ്പിച്ച് തറപ്പിച്ച് വെച്ചോണം. നോക്കിയോ മക്കളെ, ഈ ത്രികോണത്തിൽ ഇത് 1ഉം ഇത് 1ഉം ആണെങ്കിൽ ഈ ചരിഞ്ഞ സൈഡ് എത്ര? നോക്ക്, 1ഉം വന്നാൽ ചരിഞ്ഞ സൈഡ് എത്ര? √2. ഇതാണ്ട് ഇത് പഠിച്ചു വെച്ചോണം. 1ഉം വന്നാൽ ഈ സൈഡ് എത്രയാണ്? √2. കണ്ടല്ലോ, 1 സെൻറ്റിമീറ്റർ വന്നാൽ ചരിഞ്ഞ സൈഡ് എത്രയായിരിക്കും? √2. പഠിച്ചേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ ഇവിടെ 1 മീറ്റർ, ഇത് 1 മീറ്റർ. അങ്ങനെയാണ് ഈ ചരിഞ്ഞ സൈഡ് എത്ര? √2. നിങ്ങളെ പഠിപ്പിക്കുകയാണ്, ചുമ്മാ അത് ചെയ്തുകൊണ്ടിരിക്കേണ്ട, സംശയമില്ല. √2 സെറ്റാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സൈഡ് എത്ര? √2. നോക്കുകയാണ്, ഈ സൈഡ് എത്ര? √2. ഓക്കെയാണ്. അതാണ്ട് ഈ സൈഡ് √2ഉം ഈ സൈഡ് 1ഉം ആണെങ്കിൽ ഈ ചരിഞ്ഞ അല്ലെങ്കിൽ നീളം കൂടിയ സൈഡ് എത്ര എന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾ പറ ഈ സൈഡ് √2, ഈ സൈഡ് 1 ആണെങ്കിൽ ആ നീളം കൂടിയ സൈഡ് എത്ര? √3. അപ്പോൾ ഈ സൈഡ് എത്ര? √3 മീറ്റർ. കാണാൻ പഠിച്ചോ? എന്താ പ്രത്യേകത? ഇവിടെ √2ഉം ഇവിടെ 1ഉം വന്നാൽ ഈ സൈഡ് എത്ര? √3. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ ഇത് √2ഉം ഇത് 1ഉം വന്നാൽ ഈ ചരിഞ്ഞ സൈഡ് എത്ര? √3. ഞാൻ എഴുതത്തില്ല, ഞാൻ എഴുതി വയ്ക്കും. √3 സെറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ത്രികോണം വരെയുള്ളത് കിട്ടി. ഇനി ഈ ചരിഞ്ഞ സ്ഥലം കിട്ടണം. ഇവിടെ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ആ ത്രികോണം അവസാനത്തെ ട്രയാങ്കിൾ മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, അവസാനത്തെ ട്രയാങ്കിളിൻ്റെ സൈഡ് മാത്രമാണ് ഈ വരച്ച് ചേർക്കാൻ പോകുന്നത്. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ സൈഡിലെ ഒരു സൈഡ് എത്ര? ഇതെത്ര? √3. താഴത്തെ സൈഡ് എത്ര? 1 മീറ്റർ. അപ്പോൾ ഇത് √3 മീറ്ററും നമുക്ക് ഇത് √3 മീറ്റർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് 1 മീറ്റർ ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചരിഞ്ഞ സൈഡാണ് ഈ സൈഡ്. അങ്ങനെയാണെങ്കിൽ അത് എത്ര? നിങ്ങൾ പറ. നമുക്ക് പേര് കൊടുക്കാം. PQR എന്ന് പേര് കൊടുത്താൽ RQ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, √3ൻ്റെ സ്ക്വയറിൻ്റെ കൂടെ കൂട്ടണം 1ൻ്റെ സ്ക്വയർ കേട്ടോ. നീളം കൂടിയ സൈഡ് കണ്ടുപിടിക്കാൻ നേരത്തെ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും കൂട്ടണം. അങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം പറ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം √3ൻ്റെ സ്ക്വയർ എത്ര? √3ൻ്റെ സ്ക്വയർ എത്ര? വെറും 3. 3 പ്ലസ് 1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ RQ സ്ക്വയർ സമം എത്ര കിട്ടും? 4. അങ്ങനെയാണെങ്കിൽ RQ എത്ര കിട്ടും മക്കളെ? √4. √4 എത്ര നിങ്ങൾക്കറിയാം? RQ സമം √4 എത്ര? 2 മീറ്റർ ആണ്. ഇവിടുത്തെ അളവ് മീറ്റർ. അതുകൊണ്ട് RQൻ്റെ നീളം എത്ര കിട്ടി? 2 മീറ്റർ എന്ന് പറയുമ്പോൾ ഈ നീളം 2 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ നീളം എന്ത് തന്നെ? 2 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര തന്നെ? 2 മീറ്റർ. ഇത് എത്ര തന്നെ? 2 മീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ ഏരിയ ഓഫ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. മീൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര വരും? 2 ഇൻറ്റു 2 വരും. എന്ന് പറയുമ്പോൾ ഏരിയ 4 മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ ഈ പടത്തിൻ്റെ ഈ സ്ക്വയറിൻ്റെ ഏരിയ എത്ര വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 മീറ്റർ സ്ക്വയർ. തന്നിരിക്കുന്നതാണ് മക്കളെ അടുത്ത ചോദ്യം. ഈ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഈ ചിത്രം അത് തന്നെയാണ്, ഈ ചിത്രം അത് തന്നെയാണ്. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടതായി ഈ ആദ്യത്തെ ത്രികോണം 1ഉം 1ഉം വന്നാൽ എത്ര? √2. √2ഉം 1ഉം വന്നാൽ √3. സെറ്റാണ്. അതാണെങ്കിൽ √3ഉം 1ഉം വന്നാൽ ഈ സൈഡ് എത്രയാണ്? ഈ സൈഡ് എത്രയാണ്? വെറും 2. അതും കൂടെ എഴുതി വെച്ചിട്ട് നമുക്ക് ആ കണക്കിൽ വെക്കാം. ഈ സൈഡ് എത്ര? 2.
അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പറ മക്കളെ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം പറ. ഇവിടെ 1 വന്നാൽ ഈ ചരിഞ്ഞ സൈഡ് എത്ര? നമുക്കറിയാം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, √2. എവിടെ പഠിച്ചു എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് 1 വന്നാൽ ഈ സൈഡ് എത്ര? √2. അടുത്ത പഠിക്ക്, √2ഉം 1ഉം വന്നാൽ ചരിഞ്ഞ സൈഡ് എത്ര? √3. അങ്ങനെയാണ് നിങ്ങൾ പറ. ഈ ചരിഞ്ഞ സൈഡ് ഈ സൈഡ് √2, ഈ സൈഡ് 1. അങ്ങനെയാണ് ഇവിടെ എത്രയായിരിക്കും? √3. ഈ സൈഡ് എത്ര? √3. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ. ഇനി നിങ്ങൾ പറ, ഇത് √3ഉം ഇത് 1ഉം വന്നാൽ ഈ സൈഡ് എത്ര? നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. എത്രയാണ്? വെറും 2. നോക്ക്, ഇത് √3ഉം ഇത് 1ഉം വന്നാൽ ഈ സൈഡ് എത്രയായിരിക്കും? വെറും 2. എത്രയായിരിക്കും? വെറും 2 എന്ന് പറയുമ്പോൾ ഈ സൈഡ് എത്ര? 2 മീറ്റർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിലേക്കാണ് നമ്മുടെ യാത്ര. ഈ സൈഡ് കണ്ടുപിടിക്കണം. അപ്പോൾ പറ, ഈ സൈഡ് 2ഉം ഈ സൈഡ് 1ഉം. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുകയാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എത്രയാണ് മക്കളെ? ഈ സൈഡ് എത്ര? 2. ബേസ് 1 മീറ്റർ ആണ്. അപ്പോൾ താഴെ 1 മീറ്റർ ആണ്. ബേസ് 1 മീറ്റർ ആണ്. ഇനി ഈ സൈഡാണ് 2 മീറ്റർ. അതുകൊണ്ട് ഈ സൈഡ് എത്ര? 2 മീറ്റർ. അങ്ങനെയാണെങ്കിൽ പറ, ഈ ചരിഞ്ഞ സൈഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കൂട്ടണം. നിങ്ങൾക്കറിയാം ട്രയാങ്കിളിന് പേര് കൊടുക്കുന്നു, ABC എന്ന് പേര് കൊടുത്താൽ നിങ്ങൾക്ക് പറയാം BC² കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം മക്കളെ? 1² + 2² ചെയ്യണം. BC² എന്ന് പറഞ്ഞാൽ എത്ര വരും? 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4. അങ്ങനെയാണെങ്കിൽ BCയുടെ സ്ക്വയർ എത്ര കിട്ടും മക്കളെ? 5 എന്ന് കിട്ടും. അവിടെ നിന്ന് BCS കിട്ടും, √5 എന്ന വാല്യൂ കിട്ടും. എന്ന് പറയുമ്പോൾ ഈ സ്ക്വയറിൻ്റെ ഈ സൈഡ് എത്ര? √5. ആ സൈഡ് √5 ആണെങ്കിൽ സ്ക്വയർ ആയതുകൊണ്ട് ഇപ്പറയും √5, ഇവിടെയും √5, ഇവിടെയും √5. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ദ സ്ക്വയർ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ പരപ്പളവ് ഏരിയ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? √5 × √5 വരുമെന്ന് ചിന്തിക്കുക. √5 × √5 എന്ന് പറഞ്ഞാൽ വെറും 5 ആണ്. ഇവിടുത്തെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. therefore ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 5 മീറ്റർ സ്ക്വയർ ആണ്. അല്ലെങ്കിൽ ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്ന 5 മീറ്റർ സ്ക്വയർ ആകുന്നു. തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. ചോദ്യം എന്ന് പറഞ്ഞാൽ 3 ഫ്രാക്ഷൻ ഗ്രേറ്റർ ദാൻ √2. √2നെ കാട്ടിയും വലുതും √3യെ കാട്ടിയും ചെറുതുമായിട്ടുള്ള 3 ഫ്രാക്ഷൻ എഴുതാം. മീൻസ് √2ന്റെ ഇടയിലുള്ള സംഖ്യകൾ എവിടം വരെ? √3. കണ്ട, ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു 3 ഫ്രാക്ഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മളോട് ഇങ്ങനെ കിടന്നാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല, എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്കറിയാം √2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.414 ആണ്. എന്ന് പറയുമ്പോൾ ഇതിന്റെ തൊട്ട് താഴെ എനിക്ക് ഇങ്ങനെ എഴുതാം, 1.414 എന്നെഴുതാം. അത് കണക്ക് √3യുടെ വാല്യൂ എത്രയാണ്? 1.732 എന്ന് ഞാൻ എഴുതുന്നു. ഇനി നിങ്ങൾ കണ്ടുപിടിക്കാം. 1.732 എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇതെത്രയാണ്? 1.4 കിടക്കും. അപ്പം തൊട്ടടുത്ത സംഖ്യ നിങ്ങൾക്ക് പറയാൻ പറ്റും 1.5. സംശയമുണ്ടോ? 1.6 എനിക്ക് എഴുതിക്കൂടെ? ഉറപ്പായിട്ടും എഴുതാനായിട്ട് നമുക്ക് പറ്റും. 1.6 വരെ എഴുതാം. അത് കണക്ക് 1.7ഉം എഴുതിക്കൂടെ? ഇത് നോക്ക്, 1.732 എന്ന് പറയുമ്പോൾ 700 ഒക്കെ കഴിഞ്ഞിട്ടാണ് 732 വരുന്നത്. 1.4 കഴിഞ്ഞിട്ട് തന്നെയാണ് 1.5. 1.5 കഴിഞ്ഞ് 1.6ഉം 1.7ഉം. പക്ഷെ ഇവിടെ ചോദിച്ച ചോദ്യം നോക്കൂ മക്കളെ, ഭിന്നസംഖ്യ എഴുതാനാണ് ചോദ്യം. ചോദ്യം എന്താണ്? ഫ്രാക്ഷൻ. ഇതെന്ന് പറഞ്ഞാൽ എന്ത് ഫോമാ? ഡെസിമൽ ആണ്, ദശാംശമാണ്. ഇങ്ങനെ എഴുതാനാണോ പറഞ്ഞേക്കുന്നത്? അല്ല, നമുക്ക് ഫ്രാക്ഷനിലാക്കണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഫ്രാക്ഷൻ ആക്കും പറ? 1.5നെ നമുക്ക് എങ്ങനെ എഴുതാം? 15/10 എന്ന് എഴുതാം. കണ്ടോ? അപ്പോൾ 1.5 എപ്പോഴാണ് ഉണ്ടാവുന്നത്? 15നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. ഇനി ഒരു കാര്യം കൂടെ അവിടെ മനസ്സിലാക്കണം, ഈ 15നെയും എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 10നെയും എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് ആ ഫ്രാക്ഷനെ ചെറുതാക്കി പറയാം, 3/2 എന്ന് വരും. അപ്പോൾ ഒരു ഫ്രാക്ഷൻ കിട്ടി മക്കളെ. ആ 1.4നും 1.732 ഇതിനും ഇടയിലുള്ള ഒരു ഫ്രാക്ഷനാണ് 3/2. സെറ്റാ? എങ്ങനെ കണ്ടുപിടിച്ചെന്ന് കാണുന്നുണ്ടല്ലോ. അടുത്തത് നമ്മൾ ചെയ്യുന്നു 1.6 എന്ന് പറഞ്ഞ സംഖ്യ നമുക്ക് 16/10 എന്ന് എഴുതാൻ പറ്റും. 16ലും 10ലും അടങ്ങുന്ന ഒരു സംഖ്യ ഉണ്ട്, 2. സെറ്റാണ്. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. 16ന്റെ പകുതി 8, 10ന്റെ പകുതി 5 എന്ന് പറയുമ്പോൾ മറ്റൊരു ഫ്രാക്ഷൻ, ഈ രണ്ട് സംഖ്യക്കിടയിലുള്ള മറ്റൊരു ഫ്രാക്ഷനാണ് 8/5. ഇനി മറ്റൊരു ഫ്രാക്ഷൻ എഴുതുന്നു, ഏതാണ്? 1.7. 1.7 എന്ന് പറഞ്ഞാൽ ഏതാണ്? 17/10 എന്ന് തന്നെ എഴുതാൻ പറ്റും. അതിനെ ഇനി ചെറുതാക്കാനും നോക്കൂല. അതുകൊണ്ട് നമുക്ക് പറയാം ഈ രണ്ട് സംഖ്യകൾക്ക് ഇടയിൽ വരുന്ന ആ 3 ഫ്രാക്ഷൻ ഏതൊക്കെയാണ്? 3/2, 8/5, 17/10 എന്ന് എനിക്ക് ധൈര്യമായി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതുപോലത്തെ ക്ലാസ്സാണ് ന്യൂജൻ മാത്ത് എന്ന ഈ ചാനലിൽ വരുന്നത്. പഴയതൊന്നും കാണാത്തവരെ കാണുക. ഇതുപോലത്തെ ക്ലാസ് വന്നുകൊണ്ടേയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്രമാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. താങ്ക് യു.